നമ്മുടെ അമ്മമാരെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകാറില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ഒരമ്മയുടെയും മകൻ്റെയും കഥയാണ്. 9 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച മകന് വേണ്ടി 3 നേരവും ഭക്ഷണം വിളമ്പി കൂട്ടിരിക്കുന്ന ഒരമ്മ. മലപ്പുറം പൊന്നാനി എരമംഗലം സ്വദേശിനി രാധമ്മയാണ് മകൻ സന്തോഷിന്റെ മരണശേഷവും മകന് വേണ്ടി ഭക്ഷണം വിളമ്പി കസേരയിട്ട് കാത്തിരിക്കുന്നത്. അടുത്ത നാൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥിരമായി എത്തുന്ന 2 കാക്കകളുടെ അപൂർവ കാഴ്ചയും രാധമ്മയുടെ വീട്ടിലുണ്ട്. 2015 പനി ബാധിച്ച് സന്തോഷ് മരിക്കുന്നത്. അന്നു മുതൽ ആ മകൻ്റെ ഓർമ്മകളിലാണ് രാധമ്മയുടെ ഓരോ നിമിഷവും. റിപ്പോർട്ട്. അവൻ ഇവിടെ വരുന്നുണ്ട്, അവൻ ഞങ്ങളപ്പോൾ ഊണ് കഴിക്കാനുണ്ട്. ഇപ്പോഴും അവൻ മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഇത്. അവൻ പോയിട്ടില്ല എന്നപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. അവൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അവിടെ ഉമ്മർത്തുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ട് എന്ന വിചാരം. രാവിലെ 8:30 അവൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങും. അപ്പോൾ 8:30 ചായ അവിടെ കൊണ്ടുവച്ചു. 2 മണിക്ക് അവൻ വരിക. അപ്പോൾ 2:05 കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഞങ്ങൾ എടുത്ത് കൊണ്ടുപോകും. വൈകുന്നേരം അതേപോലെ ഞങ്ങൾ ഉണ്ണുമ്പോൾ അവനും ഇവിടെ വിളമ്പി വയ്ക്കും. അവൻ ഞങ്ങളപ്പം ഇരുന്ന് ഉണ്ണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എവിടേക്കെങ്കിലും ഞാൻ പോകുന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ കൊടുന്ന് അടച്ചേക്കും. കാക്കയ്ക്ക് അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ പോകും. എട്ടരയ്ക്ക് വരും ആ കാക്ക. അപ്പോൾ ആ കാക്കയ്ക്ക് ചായ കൊടുക്കും. കാലത്തും ഉച്ചയ്ക്കും ഇവിടെ വരും. പിന്നെ രാത്രിക്കലത്തെ ഭക്ഷണം കാലത്ത് കൊണ്ടു കൊടുക്കും. സ്ഥിരമായിട്ട് ഒരേ കാക്ക വരും, സ്ഥിരമായിട്ട് വരും. 9 കൊല്ലമായി വെച്ച് കൊടുക്കാൻ വരും. അത് കഴിച്ചു പോകും. 1 മണിക്ക് വരും. അവൻ വന്ന് കഴിച്ചു പോകും. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും വയ്ക്കും അവന്. ഇപ്പം ഞാൻ ബിരിയാണി പുറത്തുനിന്ന് ഞാൻ പോയി കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർസൽ വാങ്ങും. അപ്പോൾ ഒന്ന് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും അവർക്ക് കൊടുത്തേക്ക് ഞാൻ കഴിക്കും. ഇനിയിപ്പോൾ ഒരു മിഠായി കിട്ടുകയാണെങ്കിലും അവന് അത് മിഠായിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോകുമ്പോൾ അതേപോലെ അവന് ആദ്യം അവിടെ വിളമ്പി വയ്ക്കും. എല്ലാവരും പറയുമ്പോൾ കുറേ ആയില്ലേ, അപ്പോൾ അതങ്ങനെ ആവില്ലേ, മറന്നൂടെ. അപ്പോൾ കുറേ ആവും തോറും നമുക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഓർമ്മ വരിക. 30 വർഷമായി ഇതേപോലെ ഇന്ന് വരെ എത്തിയിട്ടുണ്ട്. ഇനി നാളെ പറയാം. ഞാൻ ഇല്ലെങ്കിൽ കുട്ടികൾ ചെയ്യും. 6 മണിക്ക് ഭക്ഷണം പടച്ച് ഇവിടെ വന്ന് കുളി കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകും. 8:30 ആകുമ്പോഴത്തേനും ഇവിടെ വന്ന് അന്ന് ഇതായി കിടക്കണതാണ് ഈ TV. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. വന്ന് ഒരു കസേര ഇട്ടിട്ട് 9:30 വരെ TV ഇരുന്ന് കാണും. പിന്നെ അവൻ പുറത്ത് പോകില്ല. അതിന് ശേഷം ഈ TV ഞാൻ ഓണാക്കിയിട്ടില്ല. നമുക്കെല്ലാവർക്കും കൂടി സ്കൂളിൽ കൂടാം എന്ന് പറഞ്ഞിട്ട് 11-ാം തീയതി എല്ലാവരോടും വരാൻ പറഞ്ഞു. എല്ലാവരും ഓക്കെ പറഞ്ഞു. ഒക്കെ ശരിയായി. ആ ജനുവരി 11-ാം തീയതി അവൻ്റെ ഡെഡ് ബോഡി കാണാനാണ് എല്ലാവരും അവൻ ക്ഷണിച്ചത്. മകനെ ഓർത്തിട്ട് തന്നെ എപ്പോഴും ജീവിക്കണം. എപ്പോഴും എൻ്റെ പൊണ്ണ് ഇപ്പം ഇന്നലെ വിളിച്ച് സന്തോ വിളിച്ചു. ഞാൻ അവിടെ ഉണ്ട്. മൺമറഞ്ഞ് 9 വർഷങ്ങൾക്കിപ്പുറവും ഒരു മകനെ ഇതുപോലെ കാത്തിരിക്കാൻ, ഇങ്ങനെ താലോലിക്കാൻ ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണാവുക? അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.